പെർഹാപ്സ് എന്ന ഇംഗ്ലീഷ് പദം 112 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പെർഹാപ്സ് എന്ന വാക്കിനർത്ഥം ഒരു വേള, ഒരു പക്ഷേ എന്നൊക്കെയാണ്. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ ഉപയോഗിച്ചിട്ടുള്ള പെർഹാപ്സ് എന്ന പദമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യേശു കർത്താവ് പറഞ്ഞ ഉപമ ഇങ്ങനെ: ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തെരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തെരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഇനി വാക്യം 9 ശ്രദ്ധിക്കുക. പെർഹാപ്സ് ഇറ്റ് വിൽ ബെയർ ഫ്രൂട്ട് നെക്സ്റ്റ് ഇയർ, ബട്ട് ഇഫ് നോട്ട് യു ക്യാൻ കട്ട് ഇറ്റ് ഡൗൺ. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ഇവിടെ മേലാൽ കായ്ക്കുമെന്നോ കായ്ക്കുകയില്ല എന്നോ പറയുന്നില്ല. പകരം കായ്ച്ചെങ്കിലോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെർഹാപ്സ് എന്ന പദത്തിന് അൺസർട്ടിനിറ്റി അഥവാ തീർച്ചയില്ലാത്തത് എന്നും പോസിബിലിറ്റി അഥവാ സാധ്യതയുള്ളത് എന്നുമുള്ള അർത്ഥങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പെർഹാപ്സ് വളരെ ക്രൂഷ്യൽ അഥവാ നിർണായകമാണ്. കാരണം മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും എന്നത് തീർച്ചയാണ്. കർത്താവ് പറഞ്ഞ ഈ പെർഹാപ്സിൽ നമ്മോടുള്ള തോട്ടക്കാരൻ്റെ ആഴമായ സ്നേഹമുണ്ട്, ദീർഘക്ഷമയുണ്ട്, കരുതലുണ്ട്, പരിപാലനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുവരെയായിട്ടും നമ്മെ ആരെയും വെട്ടിക്കളവാൻ തോട്ടക്കാരനായ നമ്മുടെ യേശു കർത്താവ് സമ്മതിക്കാത്തതും ഒരാണ്ടും കൂടെ ഫലം കായ്ക്കുവാനായി നമുക്ക് സമയം തന്നതും. ഇനി കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അൺസർട്ടനിറ്റിയുള്ള പെർഹാപ്സിനെ പോസിബിലിറ്റിയുള്ള പെർഹാപ്സായി നാം മാറ്റിയെടുക്കണം. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഫലം കായ്ക്കുവാനായി ഒരു ഗ്രേസ് പീരീഡ് തന്നിരിക്കുകയാണ്. ഈ ഗ്രേസ് പീരീഡ് നമുക്ക് കിട്ടിയ അവസാനത്തെ അവസരമാണ്. നാം എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ മുന്തിരിത്തോട്ടത്തിൽ അവൻ നമ്മെ നട്ടത്. എന്നാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നാം കായ്ക്കുന്നില്ല എങ്കിൽ തോട്ടത്തിലെ നിലത്തെ നാം നിഷ്ഫലമാക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ ഉൾക്കൊണ്ടുള്ള ഫലം നാം പുറപ്പെടുവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പെർഹാപ്സിലെ അൺസർട്ടനിറ്റിയെ നാം സർട്ടനിറ്റി അഥവാ തീർച്ചയുള്ളതാക്കി മാറ്റുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.